മുംബൈ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി RVS മണിയുടെ വെളിപ്പെടുത്തൽ. ഭീകരാക്രമണ സമയത്ത് NSG വിന്യാസം 2 മണിക്കൂർ വൈകിപ്പിച്ചു. പാക് ഭീകരരുടെ ബോട്ട് കണ്ടെത്തിയിട്ടും തീരസംരക്ഷണ സേന അവഗണിച്ചു. ലഷ്കറിനേക്കാൾ ഭീഷണിയാണ് ഹിന്ദു സംഘടനകളെന്ന് രാഹുൽ പറഞ്ഞതായും RVS മണി തുറന്നു പറയുകയാണ്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. നന്ദനി, 2008 മുംബൈ ഭീകരാക്രമണ സമയത്ത് പാകിസ്ഥാന്റെ ബോട്ടാണിത് എന്ന് മനസ്സിലാക്കിയിട്ടും തീരസംരക്ഷണ സേന വേണ്ട നടപടി എടുത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒപ്പം NSGയെ വിന്യസിക്കുന്നതിനകത്തും UPA സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന് അദ്ദേഹം പറയുകയാണല്ലോ. എന്തൊക്കെയാണ് ഈ പോഡ്കാസ്റ്റിനകത്ത് അദ്ദേഹം പറയുന്നത്? ഗൗതം, RVS മണി അദ്ദേഹം UPA സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ 2008 നടന്ന, അതായത് 26/11 മുംബൈ ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിൽ ഭാഗമാകുവാൻ അല്ലെങ്കിൽ ആ ഭീകരാക്രമണം നടത്തുവാൻ വേണ്ടി ഭീകരർ ബോട്ട് മാർഗം മുംബൈ തുറമുഖത്തേക്ക് എത്തുന്നത് അത് കോസ്റ്റ് ഗാർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ കോസ്റ്റ് ഗാർഡ് അത് വേണ്ട രീതിയിൽ ആ ബോട്ടിൽ നിരീക്ഷണം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയൊരു ഭീകരാക്രമണത്തിലേക്ക് ഇത് വഴിവെച്ചത് എന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം വ്യക്തമാക്കിയത്, ഈ മുംബൈ ഭീകരാക്രമണം നടന്നു, ആ ഭീകരാക്രമണം ആദ്യം പ്രതിരോധിച്ചത് മുംബൈ പോലീസാണ്. മുംബൈ പോലീസ് അതിൽ പരാജയപ്പെട്ടു. അത് സർക്കാരിന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും NSG കമാൻഡോയെ കൃത്യസമയത്ത് അവിടെ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. 2 മണിക്കൂർ വൈകിയാണ് ഈ NSG കമാൻഡോയെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചത്. അത് സർക്കാരിൻ്റെ വലിയൊരു പരാജയമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മുംബൈ പോലീസ് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളത് സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് NSG കമാൻഡോയെ കൃത്യസമയത്ത് അവിടെ വിന്യസിച്ചിരുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉന്നയിക്കുകയാണ്. ഏതായാലും അതും സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൃത്യസമയത്ത് NSG കമാൻഡോയെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും ഭാരതത്തിലേക്ക് നിഴൽ യുദ്ധം എന്ന നിലയിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ ലഹരിക്കടത്ത് നടത്തുന്നുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിക്ക് അടിമയാക്കുക എന്നുള്ളതാണ് പ്രധാനമായും പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീരും അതേപോലെ തന്നെ പഞ്ചാബ് അതിർത്തി വഴി വ്യാപകമായി ഇത്തരത്തിൽ ലഹരികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയിലേക്ക് കളിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീം എത്തുമ്പോൾ അവർ നിരന്തരം ഇത്തരത്തിൽ വലിയ തോതിൽ ലഹരികൾ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത് പാകിസ്ഥാൻ്റെ അന്നത്തെ കോച്ചിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ ഈ കോച്ചിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നടത്തിയ പോഡ്കാസ്റ്റിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഈ മലേഗാവ് സ്ഫോടനം, ആ മലേഗാവ് സ്ഫോടനത്തിൽ കേണൽ പുരോഹിതന് യാതൊരുവിധ പങ്കുമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കുടുക്കുകയായിരുന്നു, അത് പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഭീകരതയെക്കാളിലും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയെക്കാളിലും വലിയ രീതിയിൽ ഹിന്ദുത്വ ഭീകരത ഈ രാജ്യത്തുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഏതായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട UPA സർക്കാർ തന്നെ ഈ പാകിസ്ഥാന് അവരെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള വഴിയൊരുക്കി എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ RVS മണി ഇപ്പോൾ പോഡ്കാസ്റ്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നന്ദൻ, വ്യക്തമാണ്. എന്തായാലും UPA സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് RVS മണിയുടെ മുൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ എന്ന കാര്യത്തിൽ സംശയമില്ല. മുംബൈ ഭീകരാക്രമണ സമയത്ത് NSGയെ വിന്യസിക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ ബോധപൂർവം ചില പരാജയം രൂപപ്പെടുത്തിയെടുത്തു. മാത്രമല്ല, ഹിന്ദു സംഘടനകളാണ് ലഷ്കർ-ഇ-തോയ്ബയെക്കാട്ടിൽ ഭീഷണി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം പാക് ഭീകരർ കടന്നുവരുന്ന ഈ ബോട്ട് കണ്ടിട്ടും ആ ബോട്ടിനെ കൃത്യമായി തടയുവാനും മറ്റും അന്ന് തീരസംരക്ഷണ സേനയ്ക്ക് കഴിഞ്ഞില്ല തുടങ്ങിയ വെളിപ്പെടുത്തലാണ് RVS മണിയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നത്. ഇന്നലെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. മുംബൈ ഭീകരാക്രമണം എന്നത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISഉം കോൺഗ്രസും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് ആണ് എന്ന വെളിപ്പെടുത്തൽ നടത്തി. അജ്മൽ കസബിനെ കൈയോടെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിന്ദു സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമമുണ്ടാകുമായിരുന്നു എന്ന കാര്യവും അദ്ദേഹം ANIക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. നന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ